കോഴിക്കോട് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് വഖഫ് ഭൂമിയിലാണെന്ന കേസിൽ വഖഫ് ബോർഡിന് തിരിച്ചടി. കോഴിക്കോട് മാരിക്കുന്നത്തെ പോസ്റ്റ് ഓഫീസിനെതിരെ വഖഫ് ബോർഡ് ഉന്നയിച്ച അവകാശവാദം നിലനിൽക്കില്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. വഖഫ് നിയമ ഭേദഗതി നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നുവെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ മുനമ്പത്തും മാനന്തവാടിയിലും ചാവക്കാടുമൊക്കെ വഖഫ് ഭൂമി വിവാദം എന്നെ കത്തി നിൽക്കുമ്പോഴാണ് വഖഫ് ബോർഡിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്, അതും കോടതിയിൽ നിന്ന്. ഇത് ഏത് കേസിലാണ്? എന്താണ് കോടതിയുടെ ഈ വിഷയത്തിൽ കോടതിയുടെ ഒരു കണ്ടെത്തൽ? ടോം, 2017 കോഴിക്കോട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നത്. കോഴിക്കോട് പോസ്റ്റൽ ഡിവിഷൻ സീനിയർ സൂപ്രണ്ടിനെതിരെ മാരിക്കുന്ന് സബ് ഡിവിഷണൽ സബ് പോസ്റ്റ് മാസ്റ്റർക്കെതിരെയുമാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. അതായത് ഈ വഖഫിന്റെ ഭൂമി കൈവശം വെച്ച് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നു എന്നുള്ള കാരണം കാട്ടിയിട്ട് തന്നെയാണ്. അതേസമയം ഈ 1995 ഈ ഭൂമി പോസ്റ്റൽ ഓഫീസ് ഏറ്റെടുക്കുന്നത്. വഖഫ് ബോർഡുമായുള്ള കരാർ അനുസരിച്ച് തന്നെയാണ് ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത്. അതേസമയം 2013 ഈ വഖഫ് ബോർഡിന്റെ ഭൂമി കൈവശം വയ്ക്കുന്നത് ക്രിമിനൽ കുറ്റം എന്നുള്ള ഒരു ഭേദഗതി വരുന്നത്. 2013 വന്ന, അതായത് സെക്ഷൻ 52A പ്രകാരമാണ് ഈ 2013 വന്നിട്ടുള്ള നിയമ ഭേദഗതി അനുസരിച്ച് ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന കുറ്റകരമാണ് എന്ന് കോഴിക്കോട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ആ കേസ് എടുത്തിരിക്കുന്നത്. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ 2017 വീണ്ടും ഈ ഉദ്യോഗസ്ഥർ പോസ്റ്റൽ ഡിവിഷൻ സീനിയർ സൂപ്രണ്ടും അതുപോലെ തന്നെ മാരിക്കുന്ന് സബ് പോസ്റ്റ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന ഉത്തരവിനെതിരെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ക്രിമിനൽ കേസാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. ആ ക്രിമിനൽ കേസ് അല്ലെങ്കിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസ് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 2013 വന്ന ഭേദഗതിക്ക് മുൻകാല പ്രാബല്യത്തോടു കൂടി ഈ ഒരു കേസ് പരിഗണിക്കാനാകില്ല. മുൻകാല പ്രാബല്യത്തോടെ എന്ന് പറയുമ്പോൾ 1999 ഈ ഭൂമിയിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അതായത് ഈ നിയമ ഭേദഗതി വരുന്നതിന് മുൻപ് തന്നെ ഈ പോസ്റ്റ് ഓഫീസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തലാണ് ഹൈക്കോടതിയുടെ. അതുകൊണ്ട് തന്നെ മുൻകാല പ്രാബല്യത്തോടു കൂടി ഈ നിയമം നടപ്പിലാക്കാൻ കഴിയില്ല. 2013 ശേഷമുള്ള ഭൂമിയുടെ മേലെ ഇത്തരത്തിലുള്ള ഒരു അവകാശവാദം വഖഫ് ബോർഡ് ഉന്നയിക്കാനാകൂ എന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മുനമ്പം, അതുപോലെ വയനാട്, ചാവക്കാട് മുതലായ ഭാഗങ്ങളിലുള്ള വഖഫ് ഭൂമിയുടെ മേലുള്ള ഡിസ്പ്യൂട്ട് ഇത്തരത്തിലുള്ള കേസുകളുമായി, ഇത്തരത്തിലുള്ള നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അതിപ്രധാനമായ നിർണായകമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേട്ടോ ആജ്ഞ, ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ കോഴിക്കോട് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവ് അത് ഈ മുനമ്പം കേസിനെയും സ്വാധീനിക്കാൻ കഴിയില്ലേ? കാരണം ഈ വഖഫ് ബില്ല് പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപാണ്, 1950 ഈ സ്ഥലം, ഈ 404 ഏക്കറോളം വരുന്ന സ്ഥലം ഫറൂഖ് കോളേജിന് എഴുതി നൽകിയത് എന്നാണല്ലോ ഈ രേഖകളൊക്കെ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വഖഫ് ബില്ല് വരുന്നതിന് മുൻപ് ഈ വസ്തു കൈമാറ്റം നടന്നതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ ഈ പോസ്റ്റ് ഓഫീസ് കേസും, കോഴിക്കോട്ടെ ഈ പോസ്റ്റ് ഓഫീസ് കേസും പ്രധാനമായ ഒരു വാദമായി മുനമ്പത്തെ സമരാനുകൂലികൾക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. അതൊരു റിവ്യൂ പെറ്റീഷനിൽ തീരുന്ന പ്രശ്നമേ. കാരണം ടോം സൂചിപ്പിച്ചതുപോലെ 1950 നവംബർ 1-ാം തീയതിയാണ് ഈ സിദ്ദീഖ് സേട്ട് ഫറൂഖ് കോളേജിന് ഈ ഭൂമി എഴുതി നൽകുന്നത്. 1954 നെഹ്റു മന്ത്രിസഭയിലാണ് ഈ പറയുന്ന വഖഫ് ബോർഡിന് അധികാരം നൽകിയിട്ട്, അല്ലെങ്കിൽ ബോർഡിന് അധികാരം നൽകിയിട്ടുള്ള നിയമം പാസ്സാകുന്നത്. അതിനുശേഷം 89 ഇപ്പോൾ ഈ 89 മുതൽ 93 വരെയുള്ള കാലഘട്ടത്തിലാണ് വിവിധ പ്രമാണങ്ങൾ അല്ലെങ്കിൽ വിവിധ ആധാരങ്ങൾ എഴുതിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ 2013 വന്നിട്ടുള്ള നിയമ ഭേദഗതി ഇത് ബാധകമല്ല എന്നുള്ള ഹൈക്കോടതിയുടെ ഈ വിധി അല്ലെങ്കിൽ ഈ നിർദ്ദേശം അങ്ങേയറ്റം നിർണായകമാണ് എന്നുള്ള കാര്യമാണ്. അത് വ്യക്തവുമാണ്. കാരണം ഈ വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന ഭൂമിയുടെ മേൽ, അതിപ്പോൾ ചാവക്കാട് നിരവധി ഭൂമിയുടെ മേൽ കുടുംബങ്ങൾ ആശങ്കയിലാണ്. വയനാട്ടിൽ 5 കുടുംബങ്ങൾക്കോളം ഇത്തരത്തിൽ നോട്ടീസ് കിട്ടുന്നു. ഇവർക്കാർക്കും റവന്യൂ
ഇടപാടുകൾ നടത്താൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അങ്ങനെ ഈ ഒരു ഡിസ്പ്യൂട്ട് തുടങ്ങുന്നത് തന്നെ ഇത്തരത്തിൽ വഖഫ് ബോർഡ് ഇങ്ങനെ ഭൂമിയുടെ മേലുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെയാണ്. മുൻപത്തെ പ്രശ്നവും അതുതന്നെയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ വിധി, അതായത് 2013 ശേഷമാണ് 52A സെക്ഷൻ 52A ഭേദഗതി ചെയ്യപ്പെട്ടത്. അതായത് വഖഫ് ബോർഡിന്റെ ഭൂമി കൈവശം വെക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള നിയമമാണ്. പക്ഷേ അത് മുൻകാല പ്രാബല്യത്തോടെ അതിനകത്ത് നിയമം നടപ്പിലാക്കാനാകില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അതിനകത്ത് വരുമെന്നുള്ളത് തന്നെയാണ്. അക്കാര്യം വ്യക്തവുമാണ്. കാരണം വർഷം വെച്ച് നോക്കുമ്പോൾ, അത് സംഭവിച്ച വർഷം വെച്ച് നോക്കുമ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ കാര്യത്തിലായാലും 1995 ഈ ഭൂമി കൈമാറുന്നത്. അതുപോലെ തന്നെ 1950 ഫാറൂഖ് കോളേജിന് ഭൂമി എഴുതി നൽകുന്നതും ഫാറൂഖ് കോളേജ് ഭൂമി വിൽക്കുന്നത് 1989 അത് 89 മുതൽ 93 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഈ ഒരു കാലഘട്ടമൊക്കെ നോക്കുമ്പോൾ ഈ 2013 എത്രയോ ദൂരെയാണ്. അതുമാത്രമല്ല, ഭൂമിയിൽ മേൽ വഖഫ് ബോർഡ് ഈ ഒരു തർക്കം ഉന്നയിച്ചാൽ അത് 3 വർഷത്തിനുള്ളിൽ അത് ക്ലെയിം ചെയ്യണമെന്നുണ്ട്. പക്ഷേ 89 ശേഷമുള്ള ഭൂമി 2019 അത് ഇത് തർക്കം ഉന്നയിക്കുന്നത്. പക്ഷേ ഇതുവരെയും വഖഫ് ബോർഡ് അത് ക്ലെയിം ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്കും മുൻപത്തെ ഭൂമിയുടെ കാര്യത്തിൽ നീങ്ങിയിട്ടില്ല. പക്ഷേ ഇതിൽ വ്യക്തത വരാത്തത് ആർക്കാണ് ഇക്കാര്യത്തിൽ മനസ്സിലാക്കാത്തത്, അതല്ലെങ്കിൽ ഇതിൽ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം നിയമലേഖകരുൾപ്പെടെ നിയമവിദഗ്ധർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ട് പോലും ഇത് വഖഫ് ബോർഡിന് വ്യക്തമാക്കാത്തതും അല്ലെങ്കിൽ തുടർ നടപടികളിലേക്കും തുടർ സംവിധാനങ്ങളിലേക്കും സർക്കാർ നീങ്ങാത്തതും എന്താണ് എന്നുള്ള കാര്യത്തിലാണ് ഇനിയും വ്യക്തത വരാത്തത്. മുൻപത്തെ ഭൂമിയുടെ കാര്യത്തിലായാലും ചാവക്കാടത്തെ ഭൂമിയുടെ കാര്യത്തിലായാലും വയനാട്ടിന്റെ കാര്യത്തിലായാലും ഈ നിയമം നിലനിൽക്കുക തന്നെ, ഇത് ബാധകമാകുക തന്നെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട കേസിലാണ് വഖഫ് ബോർഡിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്.